ഹായ്, ഞാൻ ദീപ. ഇന്നൊരു സ്വിംഗ് റൂം ടൂറാണ്. എൻ്റെ ചാനലിൽ ഒത്തിരി സ്വിംഗ് റൂം ടൂർ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രാരംഭ ദിശ തൊട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണയും ഓരോ ചേഞ്ചസ് വരുത്തിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു റൂം ടൂർ എടുക്കുന്നത്. കാരണം എനിക്ക് അതുപോലത്തെ വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, ആഹാ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഒരു മോട്ടിവേഷനൊക്കെയാണ്. അപ്പോൾ അതേ പർപ്പസ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു റൂം ടൂർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് എക്യുപ്മെൻറ്റ്സ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് പരിചയപ്പെടുത്താം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. വലിയ വ്യത്യാസങ്ങളൊന്നും ഇതിനകത്ത് വരുത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി കൈയൊക്കെ മുറിഞ്ഞിട്ട് ഒരു മാസത്തോളം റെസ്റ്റ് ആയിരുന്നു, വർക്കൊന്നും എടുത്തില്ല. വർക്കുണ്ട്, പക്ഷെ ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ഒരു മടുപ്പ്, ഒരു മടി, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഡ്രസ്സിൽ തന്നെ ഒന്ന് ചെറുതായിട്ട് തയ്ച്ച് തുടങ്ങി. കാരണം മനസ്സ് മടുത്തിരിക്കുമ്പോൾ ഞാൻ വേറെ ആൾക്കാരുടെ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഡ്രസ്സിലൊക്കെ പണിത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് കുളവും, പിന്നെ നമ്മൾ തയ്യലേ വെറുത്തു പോകും. അപ്പോൾ അതിൽ അങ്ങനെ എൻ്റെ ഡ്രസ്സിൽ ചെയ്തിട്ടാണെങ്കിലും 3 എടുത്തതിൽ 2 കുളമായിപ്പോയി. അപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മൊത്തത്തിലൊന്ന് മാറ്റാം. അങ്ങനെ ഇത് ഞാൻ കംപ്ലീറ്റ്ലി മെഷീൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി. അപ്പോൾ എന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കി. അപ്പോൾ ക്ലീൻ ആയിരിക്കുമ്പോഴാണല്ലോ ഇത് കാണിക്കാൻ പറ്റുക. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ഒരു ചവറ്, എപ്പോഴും ചവറല്ല എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു ചവറുകൂന എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ റൂം മൊത്തത്തിലൊന്ന് അടുക്കി പെറുക്കി ഇന്നലെ നല്ല ക്ലീൻ ആക്കി തൂത്ത് പൊടിയെല്ലാം കളഞ്ഞ് സെറ്റായിട്ടിട്ടേക്കാണ്. അപ്പം എന്തായാലും റൂം ടൂർ കാണിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടമായി പോകും. അപ്പോൾ ഞാൻ മൈക്ക് തപ്പിയിട്ട് കണ്ടില്ല, അതാണ് ഇപ്പോൾ ആ വോയിസിൽ ഡിസ്റ്റർബൻസ് ഒക്കെ കാണുമായിരിക്കും, ക്ഷമിക്കുക. അപ്പം നമുക്ക് റൂം ടൂറ് കാണാം. അപ്പോൾ സ്റ്റാർട്ടിങ് ദാണ്ട് ഇവിടെയാണ്. ഇവിടെ ഇത് ഞാൻ ഓൾറെഡി ഒരു ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും കണ്ടു പരിചയമുള്ളൊരു ചെറിയൊരു ഓർഗനൈസറാണ്. കുറച്ച് ഈ കട്ട് പീസസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകമായിട്ട്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വാങ്ങിച്ചിട്ട് ഇപ്പം ഉടനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ ഞാനിവിടെ വെക്കാറ്. പിന്നെ ഇതേ ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ പാറ്റേൺ ഉണ്ടല്ലോ, സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ, പിന്നെ എൻ്റെ പിള്ളേരുടെ, അതുപോലെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുടെ പാറ്റേൺസ് മുറിച്ചിട്ട് ഞാനിങ്ങനെ ഫയലിൽ പേരൊക്കെ എഴുതിയിട്ട്, ഇത് ന്യൂസ് പേപ്പറിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ അവർ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് നഷ്ടമാകത്തില്ല. ഇത് വെച്ച് പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാം. അതിൽ തന്നെ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാകും, എത്രയാണ് എന്താണ് ലൂസ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് എളുപ്പത്തിൽ നമുക്കത് ചെയ്യാം. പിന്നെ ഈ വരുന്ന ഒരു എൻട്രൻസിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങോട്ടേക്ക്, ഇത് മുന്നേ അപ്പുറത്തായിരുന്നത്, അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി മെഷീൻ വെച്ചു. പിന്നെ വന്നിട്ട് ഇത് അകത്തെ മുറി കിടക്കുമായിരുന്നു ഈ ഒരു മെഷീൻ. കാരണം ഒരു മെഷീൻ മതിയല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് തയ്ക്കുന്നത്. പക്ഷെ അത് അവിടെ വയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ പിള്ളേർ ഇതിൻ്റെ പുറത്തുള്ള ചപ്പും ചവറും എല്ലാം വെച്ചിട്ട് ഇത് ഫുള്ള് പൊടി പിടിച്ച്, ഇതിപ്പോൾ മൊത്തം പൊടിയാണ്, പൊടി പിടിച്ചിട്ട് ഇത് ഏതാണ്ട് പോകുന്ന അവസ്ഥയിൽ എത്തിയത് കൊണ്ട് എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ അതിനെ ഇനി തിരിച്ചു കൊണ്ടുവന്നു. ഇത് പിന്നെ കുറച്ചധികം, ഇത് ഞാൻ ഈ ഇടയ്ക്ക് ചാലയിൽ പോയിട്ട് വാങ്ങിച്ച കുറച്ച് ഓർഗനൈസേഴ്സാണ്. ഈ സീ ത്രൂ ആയിട്ടുള്ള ഇതിനൊക്കെ നമ്മൾ അല്ലാണ്ട് ഇപ്പോൾ മോളിലോ അല്ലെങ്കിൽ ഷോപ്പിംഗ് മോളിലോ അല്ലാണ്ടുള്ള സ്ഥലങ്ങളിലും വാങ്ങിക്കുന്നതിനെക്കാട്ടിലും റേറ്റ് കുറവാണ് ഇതിനൊക്കെ. നമുക്കൊരു 200, 250, 300, മാക്സിമം 300 ആ ഒരു റേഞ്ചിൽ നിൽക്കും കേട്ടോ. ഇത് ഇവിടെ മുകളിൽ വെച്ചേക്കുന്നതും അതുപോലത്തെ ഓർഗനൈസേഴ്സ് തന്നെയാണ്. കാരണം എനിക്കിപ്പോൾ സ്റ്റോറേജാണ് ഇല്ലാത്തത്. അപ്പോൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു, അപ്പം നമുക്ക് കാണുകയും ചെയ്യാം, ഒന്നും മിസ്സായി പോത്തുമില്ല. പിന്നെ ആസ് യൂഷ്വൽ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. അതും ഇത് തന്നെയാണ്, കട്ട് പീസസും കാര്യങ്ങളും എല്ലാം വെച്ചേക്കുന്നതാണ്. ഇതും കുറേ തുണിയുടെ മിച്ചമൊക്കെയാണ്. ഇതൊക്കെ എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. എനിക്ക് കുറച്ച് ബാഗും കാര്യങ്ങളും ഒക്കെ ഈ ഒത്തിരി മിച്ചം തുണികളുള്ളതുകൊണ്ട് ചെറിയ ചെറിയ ബാഗ് പൗച്ചസ് ഒക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ട് അത് നിർത്തലാക്കിയേക്കാണ്. പിന്നെ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ആയിരുന്നു ഈ ഒരു 5 ത്രെഡ് ഇരുന്നത്. അതിനെ മാറ്റിയിട്ട് ഈ ഒരു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഈ ഒരു മെഷീൻ. പിന്നെ ഇവിടെ ഇരുന്ന മെഷീനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചത്. പിന്നെ വന്നിട്ട് ബാക്കിയെല്ലാം ആസ് യൂഷ്വൽ തന്നെയാണ്.
പിന്നെ വന്നിട്ട് ഇതൊരു അഡീഷനാണ് കേട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് കത്രിക വാങ്ങിക്കാൻ പോയായിരുന്നു. കത്രിക ഞാൻ പറഞ്ഞില്ലേ, ഈ കത്രികയാണ് ഞാൻ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ ഈ കൈയുടെ ഈ ഭാഗത്താണ്, കാണാവോന്ന് അറിയത്തില്ല, കൈയുടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഈ ഒരു ഭാഗത്താണ് അത് വെട്ട് വീണത്. നല്ലൊരു ആഴത്തിലുള്ള വെട്ടായിരുന്നു. അപ്പം അത് ഇപ്പം പിടിക്കുമ്പോഴാണെങ്കിൽ എനിക്കൊരു ചെറിയൊരു വല്ലായ്മ വരുന്നുണ്ട്. ഞാൻ ഈ ഒരു കട്ടർ വാങ്ങിച്ചു. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല. ഏതാണ്ട് 2000 അടുപ്പിച്ചായിരുന്നു. നല്ല എളുപ്പമാണ് ഈ ഒരു ഇത് വെച്ച് ചെയ്യുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് കോഡ്ലെസ് ആണ് കേട്ടോ. നമുക്ക് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ചാർജ് ഒത്തിരി നാൾ നിൽക്കും. അപ്പം ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇനി ഞാൻ ഇതിലേക്കൊരു തിരിച്ചു പോക്കില്ല എന്ന് തന്നെ പറയാം. അപ്പം ഇതിനിടയ്ക്ക് എൻ്റെ വീഡിയോയുടെ താഴെ ഒത്തിരി പേര് പറയുന്നുണ്ടായിരുന്നു അവർക്ക് കൈ വയ്യാത്തതുകൊണ്ട്, ഞാൻ കത്രി പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് തയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അവർക്കൊക്കെ ഇതൊരു നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. അതുപോലെ നമ്മൾ ഒത്തിരി കട്ടിയുള്ള യൂണിഫോം പോലുള്ളതൊക്കെ തയ്ക്കുമ്പോൾ ഒന്നിലധികം ലെയർ വെച്ച് തയ്ക്കാനും ഒക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണേ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ പോയതിൻ്റെ അന്ന് ഞാൻ കണ്ടതാണ് ഈ ഒരു സംഭവം. ഇത് ഇവിടെ എനിക്കിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുകയാണ് കുറച്ചും കൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത് കുറച്ചൊന്ന് എന്തുവാണ്, ഒരു ഇച്ചിരി മെസ്സി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ മൊത്തം ഞാൻ ബോബിൻ ആണ് വെച്ചേക്കുന്നത്. മറ്റൊരു സൈഡിൽ തയ്ച്ച് പകുതിയായിട്ടുള്ള നൂലുകളില്ലേ, അതാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ, ഒന്നും വേസ്റ്റ് പോകത്തില്ല. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇത് ഞാൻ കാണാത്തിടത്തോളം ഞാൻ ഓരോ പ്രാവശ്യവും പുതിയ നൂലെടുത്തോണ്ടിരിക്കും. പിന്നെ ഇതൊരു വേസ്റ്റ് ബാസ്ക്കറ്റാണ്. അത് വേസ്റ്റ് ഇടാൻ വാങ്ങിച്ചാണ്. പിന്നെ അവസാനം ഇപ്പം സ്കെയിലും മറ്റു കാര്യങ്ങളും സ്ക്രൂ ഡ്രൈവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇത് ഒരു ഗാർമെൻറ്റ് സ്റ്റീമറാണ്. ഓൾറെഡി ഞാൻ ഫിലിപ്സിൻ്റെ വലിയ ഗാർമെൻറ്റ് സ്റ്റീമർ, അതായത് എന്താണ് ഒരു ഫുൾ ലെങ്ത്തിലുള്ള ഗാർമെൻറ്റ് സ്റ്റീമർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ചാനലിൽ തന്നെ. അപ്പോൾ അതെനിക്ക് എപ്പോഴും അത് ഒന്ന് പരിമിതി ഒരു പ്രശ്നമാണ്. പിന്നെ എപ്പോഴും പെട്ടെന്ന് എടുക്കാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ അത് ഇങ്ങനെ നമ്മൾ തേപ്പോട്ടി പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹൊറിസോണ്ടലായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ ഒരു ഒരു പ്രശ്നം കാരണം ഞാനൊരു ചെറിയ ഹാൻഡ് ഹെൽഡ് ഗാർമെൻറ്റ് സ്റ്റീമർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിലെനിക്കൊന്ന് 300 ml അങ്ങനെ കണ്ടാണ് വെള്ളം കൊള്ളുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണിത്. റോസ്മാൻ എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇത്. അങ്ങനെ പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല, ഫിലിപ്സിൻ്റെയൊക്കെ നല്ല സാധനമുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ എടുക്കുവാണെങ്കിൽ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എടുക്കണം. മറ്റത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫിലിപ്സ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മാത്രമേ, അതായത് ഇങ്ങനെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇങ്ങനെ മാത്രമല്ല, നമ്മൾ തേപ്പൊട്ടി യൂസ് ചെയ്യുന്ന പോലെയും യൂസ് ചെയ്യാൻ പറ്റും. ഇതും ഈ ഒരു അയൺ ബോക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ടുള്ള കരിഞ്ഞു പോകുന്ന പേടിയുള്ളതെല്ലാം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ നമുക്ക് ക്രീസസ് ഒന്നും വരുത്താൻ പറ്റില്ല. ഇപ്പോൾ ഷർട്ടൊക്കെ തേച്ച് നമ്മൾ ബാക്കിലൊക്കെ ഒരു മാർക്കിട്ട് നമ്മൾ തേക്കൂലേ, അങ്ങനെ നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റൂല. ക്ലിയർ ആവുന്നില്ലല്ലേ? അതിനൊക്കെ നമ്മൾ അയൺ ബോക്സ് തന്നെ വേണം. പിന്നെ വന്നിട്ട് നമ്മൾ ഈ കോളറൊക്കെ തയ്ക്കുമ്പോഴത്തേക്കും പേപ്പർ ബക്രം വെച്ച് തയ്ക്കണമെങ്കിലും ഈ തേപ്പൊട്ടി തന്നെ വേണം. ഇത് വെച്ച് അത് നടക്കത്തില്ല. ഇതിൻ്റെ ഇതെന്ന് വെച്ചാൽ മുത്തും ഇതൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെ ഡ്രസ്സായാലും നെറ്റിൻ്റെ ഡ്രസ്സായാലും കുറച്ച് സിൽക്ക് പോലത്തെ മെറ്റീരിയലൊക്കെ ആണെങ്കിലും നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. കരിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു യൂസ്. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ഇത് തേപ്പൊട്ടി യൂസ് ചെയ്യുന്നതല്ല, ഇങ്ങനെ തിരിച്ചും നേരെയും യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇനിയിപ്പോൾ അടുത്ത അഡീഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടേബിളാണ്. നമ്മുടെ ഫോൾഡിംഗ് ടേബിൾ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. എനിക്കൊരു ഫോൾഡിംഗ് ടേബിൾ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അത് ഞാൻ അവിടെ സെറ്റിയുടെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഓരോ പ്രാവശ്യവും ഞാൻ ആ ഫ്രണ്ട് റൂമിലിരുന്ന് തന്നെയാണ് അത് വെട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ അത് മടക്കി മാറ്റി വയ്ക്കുമായിരുന്നു. അപ്പം അതൊരു ചെറിയ ഒരു ബുദ്ധിമുട്ടോ. ഓൾറെഡി ആ ടേബിൾ നല്ല വലുതാണ്, നമുക്ക് അത്യാവശ്യം നല്ല വീതി വിസ്താരത്തിലെടുത്ത് വെട്ടാനൊക്കെ പറ്റുമെങ്കിലും ഇത് ഓരോ പ്രാവശ്യം മടക്കുക തിരിച്ചു വയ്ക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാനത് ഇങ്ങോട്ടേക്ക് മാറ്റി. ഇപ്പോൾ ഇതെന്ന് പറയുന്നത്
ഈ ഒരു ഇവിടുത്തെ ടേബിളിന്റെ, അതായത് എൻ്റെ ഈ ഒരു ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 24 ഇഞ്ചാണ്. പക്ഷെ ഇതിന്റെ എന്ന് പറയുന്നത് ഒരു 30 ഇഞ്ചോളം വരും. കുറച്ചും കൂടെ വലിപ്പമുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ, അതായത് എൻ്റെ ഈ ഒരു ടേബിളല്ല, എൻ്റെ ഒരു വർക്ക് ഏരിയയുടെ മുകളിലോട്ട് വെച്ചേക്കുന്നതുകൊണ്ട് കുറച്ച് പൊക്കവും ഉണ്ട്. ഇപ്പൊ ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്, നമുക്ക് കഴുത്ത് ഭയങ്കരമായ പ്രയാസമില്ല. അപ്പൊ ഞാനിപ്പോ ഇത് എന്താണ്, ഒരു 3 ബെഡ്ഷീറ്റ് ഞാനിങ്ങനെ മടക്കി 2ആയിട്ട് മടക്കിയിട്ട് ഒരു 6 ലെയറായിട്ട് ഇട്ടേക്ക് വന്നു. ഇതാണ് ഇത്രയും കനമുള്ള ആ ഒരു ടേബിളാണ്. ഓൾറെഡി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറ്റുമെങ്കിൽ എൻ്റെ ലിങ്ക് സൈഡിൽ കൊടുക്കാം. ഇപ്പം ഇതിങ്ങനെ ഇടുന്നതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ ഒരു സംഭവമാണല്ലോ യൂസ് ചെയ്യുന്നേ. അപ്പോൾ വെച്ചാൽ നമുക്ക് ഈ വെറും വുഡിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ വെട്ടുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ആവും. അപ്പോൾ ഈ ഒരു തുണിയുടെ ഒരു ലെയറും കൂടെ കിടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമുക്ക് കൈക്കൊരു എന്താണ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടും. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മാറ്റി എന്നുള്ളതാണ് വേറൊരു അഡീഷൻ വരുത്തിയതിൻ്റെ. പിന്നെ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് കുറച്ച് ക്യാമറ കാര്യങ്ങളൊക്കെയാണ്, ഇത് നമ്മളെ പേനയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങള്. പിന്നെ ഈ കാണുന്നത് എൻ്റെ ബ്ലൗസിൻ്റെയും പിന്നെ കുർത്ത സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ കുറച്ച് ഫോർമുലാസ് എഴുതിയിട്ടുള്ള പേപ്പർ ഞാൻ ഇവിടെ ഒട്ടിച്ച് വെക്കുന്ന, കുറച്ച് മറവി ഉള്ളതുകൊണ്ട് എപ്പോഴും എടുത്ത് ബുക്ക് റെഫർ ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി ചെയ്ത എനിക്കൊരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു 4 മാസത്തെ പ്ലാൻ, അതായത് ഓൾറെഡി എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ തയ്ക്കാനുണ്ട്, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് സിങ്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു ചെറിയൊരു പ്ലാൻ പോലെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൊരു ചെറിയ റൂം ടൂർ പ്ലസ് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഓരോ പ്രാവശ്യവും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും, ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കും. ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ട്. അല്ലാതെ എനിക്ക് ഐഡിയാസ്, ഞാൻ എഴുതിയ ബുക്കൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, പക്ഷെ എനിക്ക് എന്തോ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് അങ്ങനെ ചെയ്യാത്ത കേട്ടോ. അപ്പൊ ഇതിനി തുടങ്ങുമോ, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പൊ എല്ലാ വ്യാഴാഴ്ചയും ഒരു 3 മണിയാകുമ്പം വീഡിയോസ് ഇടണമെന്നാണ് എൻ്റെ ഒരു അജണ്ട. നടക്കുമോന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഇൻസ്റ്റയില് കുറേശ്ശെ റീൽസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അത് പിന്നെ എളുപ്പമാണ്, ഒരു 1 മിനിറ്റ് വീഡിയോ ആയതുകൊണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ചിട്ടൊരു ചെറിയൊരു റീൽ ഇടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഞാൻ ആഴ്ചയിൽ 2-3 റീൽസ് ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റ പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം അപ്ഡേറ്റ്സ് ഞാൻ അവിടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമായിരിക്കും, എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫർമേഷൻ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം.